ഹലോ, ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾ എത്തിക്കാൻ പോകുന്നത് ബോക്സിംഗ് എന്ന കളിയെ. ഇതിന് നിങ്ങൾ ആദ്യമായിട്ട് അറിയേണ്ടതെന്ന് വെച്ചാൽ ഹാൻഡിൻ്റെ പ്ലേസ്മെൻ്റ് ആണ്. ഹാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ മുകളിൽ വേണം ഹാൻഡ് നിൽക്കാൻ. നമ്മൾ ഈ പൊസിഷനിൽ നിൽക്കണം. ബോക്സ് ചെയ്യുന്നത് ഈ പൊസിഷൻ നിന്നാൽ തന്നെ നമ്മൾ പഞ്ച് ചെയ്യുന്നതിൻ്റെ പവർ അങ്ങോട്ട് വരും. അതുകൊണ്ട് ഇങ്ങനെയാണോ നിൽക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ലെഗിൻ്റെ പ്ലേസ്മെൻ്റ് ആണ് നോക്കാനുള്ളത്. ലെഗിൻ്റെ പ്ലേസ്മെൻ്റ് എന്ന് വെച്ചാൽ ലെഗിൻ്റെ ഇത്ര ഡിസ്റ്റൻസ് എങ്കിലും മിനിമം വേണം. ഈ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ലെഗിൻ്റെ ഇതുകൊണ്ട് ആ പവർ നമ്മളെ ഇടിക്കുന്ന പവർ അങ്ങ് എത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പം ഓരോ ഇടി ഇടിക്കുമ്പോഴും നമ്മുടെ ലെഗിൻ്റെ പവർ ഇങ്ങനെ വേണം. ലെഗ് ഇങ്ങനെ ആവേണം. ഇങ്ങനെ പവർ ഇടിയിലെ പവർ വരും. നമ്മുടെ ഈ പ്ലേസ്മെൻറ്റ് നോക്കി ഈ ലെഗും മൂവ് ചെയ്യണം. പക്ഷെ നമ്മൾ ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് വാമപ്പ് ചെയ്യണം. വാമപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഒരു 10 പുഷപ്പ് എടുക്കുകയും അല്ലെങ്കിൽ ഒരു സിറ്റപ്പ് എടുക്കുകയും ചെയ്യും. സിറ്റപ്പ് എന്ന് വെച്ചാൽ ഇതിങ്ങനെ എടുക്കുക. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ബോക്സിങ് ചെയ്യാം. ഈ മൂവ്മെൻറ്റ് ചെയ്താലും മതി വാമപ്പ് ചെയ്യുന്നത്. പിന്നെന്ന് വെച്ചാൽ ബോക്സിങ്ങിന് മെയിനായിട്ടും 4 പഞ്ചാണുള്ളത്. ഒന്ന് ജാക്ക് എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് വരണം. ജാക്ക്. ക്രോസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ക്രോസ്. പിന്നെ ഹുക്ക്. പിന്നെ ഒരു പഞ്ചും കൂടെ ഉണ്ട്, അതിങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഈ ഭാഗം നമ്മൾ ഇവിടെ തന്നെ കൊള്ളണം. ഇങ്ങനെ മൊത്തത്തിൽ 4 പഞ്ചാണുള്ളത്. ജാക്ക്, ക്രോസ്, ഹുക്ക്, ഇങ്ങനെ. അങ്ങനെ നമ്മൾ ഇത് ഒരുപാട് നാൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഹാൻഡിൻ്റെ പവർ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ ബോക്സിങ് ഒരുപാട് നാൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഹാൻഡിൻ്റെ ആണ്ടേ ഇതുപോലെ വരും. പക്ഷെ ഇത് വെച്ച് ഒരാളെ ഫേസിൽ തന്നെ നല്ല ഇടിക്കുകയാണെങ്കിൽ നല്ലതായിട്ട് പൊട്ടും. അതുകൊണ്ട് കാരണം വെച്ചാൽ ഇങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ഒരു കാരണവശാലും ഒരാൾ ഇടിക്കാൻ ചെയ്യില്ല. പക്ഷെ നമ്മുടെ അടുത്തിടെ ഫ്രണ്ട്സിനെയോ ദേഷ്യം വരുമ്പോൾ നമ്മളിപ്പം സാധാരണ ദേഷ്യം വരുമ്പം ഇങ്ങനെയാണ് അടിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഡെയിലി ഒരു ബോക്സിങ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പക്ഷേ പഞ്ച് ചെയ്യേ ഉള്ളൂ. ഈ പഞ്ചിങ് എന്ന് വെച്ചാൽ ആരായാലും ദേഷ്യം വരുമ്പോൾ പഞ്ച് ചെയ്യുന്നത് വെച്ചാൽ ഫേസിനാണ് പഞ്ച് ചെയ്യുന്നത്. ഇതുള്ളതെന്ന് വെച്ചാൽ ഫേസിൽ പഞ്ച് ചെയ്യുമ്പോൾ ഉടനെ തന്നെ തൊലി പൊട്ടുകയും ചെയ്യും, രക്തം വരികയും ചെയ്യും. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഞാനിതുമായിട്ട് അങ്ങനെ ഫ്രണ്ട്സായിട്ട് ദേഷ്യം വന്നാൽ പോലും ഇതുപോലെ അങ്ങനെ ചെയ്തില്ല. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും ആപത്ഘട്ടങ്ങൾ വന്നാൽ ഇപ്പം തന്നെ സ്ത്രീകൾ കരോട്ട പഠിക്കുന്നുണ്ട്. കരോട്ടയെക്കാട്ടി ഏറ്റവും ഈസിയാണ് പഠിക്കാൻ ബോക്സിങ്. ഇത് നമ്മൾ വെറുതെ ഷാഡോ ബോക്സിങ് ചെയ്താൽ ഇങ്ങനെ ഷാഡോ ബോക്സിങ് ചെയ്താൽ തന്നെ നമ്മുടെ ഹാൻഡ് പവർ കൂടുകയും ചെയ്യും, ഈ പഞ്ചിൻ്റെ പവർ കൂടുകയും. ഈ പഞ്ച് മാത്രം മതി. ഒരാൾ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ തന്നെ ജസ്റ്റ് ഒരു പഞ്ച് ചെയ്താൽ മതി. ഇങ്ങനെ ഒരു പഞ്ച് ചെയ്താൽ അയാൾ വീണിരിക്കും. അതപ്പം ഡെയിലി ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുന്നതാണെങ്കിൽ ഒറ്റ പഞ്ച് ചെയ്യുമ്പോൾ തന്നെ വീണിരിക്കും. ഇതാണ് ഞാൻ ഈ ബോക്സിങ് വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. എൻ്റെ കുറച്ച് എന്ന് വെച്ചാൽ ഷാഡോ ബോക്സിങ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വെച്ചാൽ ഹാൻഡിൻ്റെ ഇവിടെ നല്ല തഴമ്പ് വരാൻ വേണ്ടി ചെറുപയർ ഈ ചാക്കിൽ ചെറിയ ചാക്കിൽ കവറിൽ എന്തെങ്കിലും കെട്ടിയിട്ട് ഇതിലിട്ട് പഞ്ച് ചെയ്യണം. ഇതിലിട്ട് പഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നല്ല തഴമ്പ് വരും. ഇല്ലെങ്കിൽ മണലോ ഈ ഇരുമ്പ് വടി കൊണ്ട് പിറത്ത് വെറുതെ ഇട്ട് അടിച്ചാൽ നമ്മൾ ഈ പിറത്തിന് തഴമ്പ് ഇവിടെയൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ട്. തഴമ്പ് നല്ല തഴമ്പുണ്ട്. അപ്പോൾ ഒരാൾ നമ്മൾ അറ്റാക്ക് ചെയ്താൽ തന്നെ അങ്ങനെ കൈ മാത്രമേ വേദനിക്കും. നല്ല ബോഡി നല്ല സീലാവില്ല. എൻ്റെ ഇപ്പം ഇതെന്ന് വെച്ചാൽ നല്ല പവറാണ് എൻ്റെ ഇടി. കട്ടി